ഗുഡ് മോർണിംഗ്. ഞാനിന്ന് ഈ ബുക്കിനെ കുറിച്ച് പറയാനാണ് വന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ടീമായിട്ട് നമ്മളൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോയി. നൈസ് പരിപാടിയായിരുന്നു. പരിപാടികളെക്കുറിച്ചൊന്നും പറയാനുള്ള സാധാരണ പോലെയുള്ള കുറേ ടോക്കുകളും കാര്യങ്ങളും പിന്നെ കുറേ സെക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. അപ്പം നമ്മളിങ്ങനെ അവിടെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞു. അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ യുവർ റിച്ച് ലൈഫ്. അതായിരുന്നു നമ്മുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് തന്നൊരു ഒരു ചെറിയൊരു ബുക്കാണിത്. അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ലൈക്ക് അവിടുത്തെ മെയിൻ ടോപ്പിക് ഫിനാൻഷ്യൽ പ്ലാനിങ്, ഫിനാൻഷ്യൽ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അവർ നമ്മുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ഇങ്ങനത്തെ ഒരു ബുക്ക് തന്നു. ബുക്കിൽ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈക്ക് ഒരു സ്ട്രക്ചറിങ് ഉണ്ട്. എന്നിട്ട് അവർ നമ്മുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞ കാര്യം ലൈക്ക് സപ്പോസ് യു ആർ റിച്ച്, നമ്മൾ ചിന്തിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ് നമുക്ക് എത്തിയെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ റിച്ച് ലൈഫിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഒരു ലൈഫ് റൊട്ടീൻസ് എഴുതാൻ ആയിട്ടാണ് അവർ നമുക്ക് ഈ ബുക്ക് തന്നത്. ഇതിനകത്ത് ഫൺ പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് എഴുതി തുടങ്ങി എല്ലാവരും, ആ ഹാളിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത എല്ലാവരും അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. ലൈക്ക് അവർ സൂപ്പർ റിച്ചായി കഴിഞ്ഞിട്ട് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അത് അവസാനം മനസ്സിലായി. ബിക്കോസ് ഞാൻ ഇതിനകത്ത് എൻ്റെ റിച്ച് ലൈഫിൽ ഞാൻ എഴുതിയ കാര്യങ്ങളൊന്നും പൈസയുമായി റിലേറ്റഡ് അല്ല. എൻ്റെ കുറേ ലൈഫ് സ്റ്റൈൽ, പിന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ അതുപോലെ ലൈക്ക് ഒരു പീസ്ഫുൾ ലിവിങ് ആയിരുന്നു എൻ്റെ റിച്ച് ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. അപ്പം ഞാനത് ഇന്ന് ചിന്തിക്കുകയായിരുന്നു. കാര്യം നമ്മൾ ഈ റിച്ച്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി പൈസയാണ്. നമ്മുടെ ലൈക്ക് ഒരു ആസ് എ സ്റ്റാർട്ടിങ് ബിസിനസ് മാൻ അല്ലെങ്കിൽ ഏത് രീതിയിൽ ചിന്തിച്ചാലും നമ്മളെ സംബന്ധിച്ച് ഓക്കെ, ഇഫ് യു ഹാവ് മണി ദെൻ യു ആർ റിച്ച്, ആ ഒരു കോൺസെപ്റ്റാണ്. പക്ഷേ നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിച്ച് ലൈഫിൽ ഈ പൈസയുടെ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക്കായിട്ട് തരാൻ ആഗ്രഹിക്കുകയാണിത്. കാര്യം നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് ആ പരിപാടി അറ്റൻഡ് ചെയ്തത്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈക്ക് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ നല്ല രീതിയിൽ പൈസ കൊടുത്തിട്ടാണ് ആ ഒരു പരിപാടിക്ക് പോയത്. പക്ഷേ ഈ ഒരു പോർഷൻ, ആ പ്രോഗ്രാമിൽ ഈ ഒരു പോർഷൻ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരിക. നിങ്ങൾ ഇതുപോലെ ഒരു ചെറിയ ബുക്ക് എടുക്കുക. ലൈക്ക് അവരുടെ സ്ട്രക്ചറിങ് ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. നിങ്ങളിങ്ങനെ ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ റിച്ച് ലൈഫ് ഒന്ന് പ്ലാൻ ചെയ്യുക. ലൈക്ക് നിങ്ങൾ സൂപ്പർ റിച്ചായി, ലൈക്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്തു. മേ ബി അതൊരു ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്സിൽ ഇന്ന രീതിയിലുള്ള ബിസിനസ് ആയിരിക്കാം. അങ്ങനെ ഒരു ബിസിനസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊഫൈൽ നിങ്ങൾ അച്ചീവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിച്ച് ലൈഫ്, അതായത് നിങ്ങൾക്കൊരു രാവിലെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ, ഒരു രാവിലെ നിങ്ങൾ എണീറ്റാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്, ആ ഒരു കാര്യങ്ങൾ ഇങ്ങനത്തെ ഒരു ചെറിയ ബുക്കിലേക്ക് നിങ്ങൾ ഒന്ന് എഴുതി നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ആക്ച്വലി നമുക്ക് വേണ്ടേ. എനിക്കത് ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ അതുപോലെയാണ് ഈ രാവിലെ നീട്ടിങ്ങിട്ട് വന്നത്. നല്ലൊരു നൈസ് വെതറാട്ടോ, ചെറുതായിട്ടൊന്ന് മഴയൊക്കെ പെയ്ത് ഭയങ്കര രസമായിട്ടിരിക്കുക. നമ്മളത് എൻജോയ് ചെയ്ത് നടക്കുക. കുഞ്ഞി മഴത്തുള്ളികളൊക്കെ ഇല്ലേ, കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ശരി.